നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. 1202 ആണ്ട് ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള ഫലത്തെയാണ് പറയാൻ പോകുന്നത്. മനിരം നക്ഷത്രത്തിന് ഉത്സാഹവും സാമർത്ഥ്യവും കഴിവും അറിവും ഒക്കെ സാഹസികമായ പ്രവൃത്തികൾ ചെയ്ത് എന്ത് കാര്യവും നേടി ജയിക്കാൻ കഴിവുള്ളവരാണ്. പക്ഷെ അവര് ജീവനോടെ ഇരിക്കുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമെന്ന് ഞാൻ പറയുന്നു. കാരണം 8-ലായിരുന്നു 2026 6 മാസം 2 തീയതി വരെ. 8 നിന്ന് ആ വിത്തക്ഷയം, പ്രവാസം, രോഗാൻ, ജനന്തി, മരണഭീതിയും ഭാഗമാണ്. മരണനഷ്ടം, നാടുവിട്ടുപോക്ക്, രോഗങ്ങള്, മരണഭയങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഇല്ലാത്തൊരാളിനെ പോലെ ടെൻഷൻ ഇടിച്ച് ആത്മഹത്യ വരെ ചെയ്തു കളഞ്ഞാൽ കൊള്ളാന്ന് തോന്നുന്ന, മരണം പോലും സംഭവിക്കപ്പെടാൻ യോഗമുള്ള ശത്രുതകളും രോഗങ്ങളും കുടുംബ കലഹങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമായിരുന്നു. അപ്പോൾ വലിയ ഒരു ദോഷത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശത്രുവിൽ നിന്ന്, കടത്തിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്ന ഘട്ടമാണ് ഈ പുതിയ വർഷം. 9 അതിൻ്റെ അടുത്ത കൊല്ലം 10, അതിൻ്റെ അടുത്ത കൊല്ലം 10. ഈ 3 കൊല്ലം നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ മാറി നല്ലതായ ഐശ്വര്യങ്ങൾ കിട്ടാൻ യോഗമുണ്ട്. കഴിഞ്ഞ 12 കൊല്ലം കൊണ്ടുണ്ടാക്കിയതല്ല, ഈ 12 മാസം കൊണ്ട് തകർന്നു പോയിട്ടുണ്ടെങ്കിലും അപ്പോൾ വീണ്ടും നിങ്ങൾ പുനർജനിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് വിജയത്തിലേക്ക് വരാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ 9 നിൽക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചു വന്നിട്ടുണ്ടെന്ന് പറയും. ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കർണനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാം പ്രവർത്തിക്കും, കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കില്ല. കറണ്ട് അടിച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയറായിരുന്നാലും തട്ടി. അപ്പോൾ നമുക്ക് ഭയങ്കര കറണ്ട് ഇല്ലാത്ത പെട്ടെന്നൊരു പവർ കട്ട് വന്ന് എല്ലാം നിന്നുപോയതുപോലെ ഒരു അവസരത്തിൽ നിന്ന് വീണ്ടും വളരെ ശക്തിയോടുകൂടി പവർ വന്ന് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ കുരുക്കുകളും മാറിക്കിട്ടി സ്വസ്ഥതയും സമാധാനവും സന്തോഷവും കിട്ടുന്ന സമയമാണ്. കാരണം വേഴൻ 12 വർഷത്തിലൊരിക്കൽ 9 വരും. അപ്പൊ കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഈ 12 മാസം കൊണ്ട് നടക്കും എന്ന് വിചാരിച്ചാൽ നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കഴിവുള്ളവരാണ്. ചെറിയ പ്രയത്നം, വലിയ ഭാഗ്യം ഇത് കിട്ടും. 9 വേഴഗ്രഹം നിൽക്കുമ്പോൾ ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദോ വൃദ്ധർഭാഗ്യസ്ഥ ധർമ്മസ്യ ശുഭതപസ മാർദ്രത പൗത്ര സൗഖ്യം എന്നാണ്. അപ്പൊ ഗുരുക്കന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കുമെന്നും വൃദ്ധർഭാഗ്യസ്ഥ ധർമ്മസ്യ ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരും. ശുഭതപസ്, നമ്മൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ അത് നേടി ജയിക്കും. പൗത്ര സൗഖ്യം, പുത്രന്റെ പുത്രൻ പൗത്രൻ. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ഉള്ള സമ്പത്തിനും സന്തതിക്കും ഐശ്വര്യം ഉണ്ടാകാനും മക്കളുണ്ടാകാനും ഉള്ള മക്കൾക്ക് ജോലി, വിദ്യ, അഡ്മിഷൻ, വിദേശയാത്ര, പ്രവൃത്തി, സ്വദേശത്തും വിദേശത്തും നമുക്ക് ബിസിനസ്സുകൾ, ഏജൻസികളൊക്കെ ചെയ്യാനും വീട്, വസ്തു, കെട്ടിടം, വാഹനം ഇതൊക്കെ ഉണ്ടാകാനും ഒക്കെ യോഗവും ഉണ്ട്. ജപ്തി നടപടികൾ മാറിക്കിട്ടാനും, കൈവശമുള്ള വസ്തുക്കൾ നമുക്ക് വിറ്റ് വേണമെങ്കിൽ വേറെ വീട് വാങ്ങിക്കാനും വസ്തു വാങ്ങിക്കാനും, വിൽക്കാതെ വേണമെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും ഒക്കെ 2026 10 മാസം കഴിയുമ്പം വേഴൻ 10 വരും. 10 വരുമ്പോഴാണ് ജോലിക്ക് വളരെ ഐശ്വര്യം ഉണ്ടാകണം. നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമോ എന്ന് ചോദിക്കും. ലോട്ടറി വലിയ പ്രൈസ് അടിച്ചില്ലെങ്കിൽ ഈ സമയത്ത് നല്ലൊരു ഗവൺമെന്റ് ജോലിക്ക് ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 10 മാസം കൊണ്ട് എങ്ങനെ ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് വെച്ചാൽ ഈ സമയത്ത് എഴുതുന്ന പരീക്ഷകളല്ല, ഏത് പരീക്ഷ, നമ്മൾക്ക് ജോലിക്കുള്ള PSC പരീക്ഷകളുണ്ട്, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള നമുക്ക് നീറ്റ് മുതലായ എക്സാമുകളുമുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള വലിയ പദവി അംഗീകാരമൊക്കെ കിട്ടുന്ന എൻട്രൻസ് പരീക്ഷകളുണ്ട്. അതിലൊക്കെ ജയിക്കാൻ പറ്റും. പ്രായം നോക്കണ്ട, പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് 0യിൽ നിന്ന് 0 ആവാനുള്ള യോഗം, സ്കോളർഷിപ്പുകളും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും. വിദേശത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവരവിടെ ജയിൽ വരെ കിടക്കാൻ യോഗമുള്ള സമയം കഴിഞ്ഞ് അവർക്ക് നല്ല ഗ്രീൻ കാർഡ്, സിറ്റിസൺഷിപ്പ്, PR ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങളൊക്കെ വിദേശത്ത് അതൊക്കെ കിട്ടി നിങ്ങൾക്ക് ഒന്ന് പിടിച്ച് പറ്റി രക്ഷപ്പെടാൻ പറ്റും. നാട്ടിലുള്ളവർക്കും അധികാരവും പൈസയും കിട്ടും.
അങ്ങനെ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവർക്ക് നിരാശ മാറി അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ് 7, 10 ഒക്കെ നിൽക്കുമ്പോൾ. ദേവാലയ നഗരസഭ മാർഗാലയദാസ സർവകർമാണി അജ്ഞാലംബന ഏത സർവം ചിന്തനീയം ഈ ദശമേന എന്നാണ്. ദേവാലയം വയ്ക്കാൻ യോഗവും. ദേവാലയം വയ്ക്കുന്ന ഒരു പുണ്യകാര്യമാണ്. അമ്പലം, പള്ളി, ദൈവങ്ങളെയൊക്കെ പുനരുദ്ധരിക്കുമ്പോൾ ആ കുടുംബക്കാർക്കും ദേശവാസികൾക്കും ഭക്തജനങ്ങൾക്കും ഐശ്വര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് കുടുംബ ദേവാലയങ്ങളും പള്ളികളും ഒക്കെ നന്നാക്കാനുള്ള പരിശ്രമം ചെയ്യണം. നഗരസഭ എന്ന് പറയുന്നത് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി, സർക്കാർ നിയമങ്ങൾ പാലിക്കപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ, വ്യക്തിത്വങ്ങൾ, എവരിൽ നിന്നുമൊക്കെ നമുക്ക് ഐശ്വര്യം കിട്ടും. മാർഗം വഴിവെട്ടിക്കാൻ യോഗം, അല്ലെങ്കിൽ വീട് വയ്ക്കാനൊക്കെ ഉള്ള യോഗം, വീട് പണി പൂർത്തിയാക്കാതെ കഷ്ടപ്പെട്ട് കിടക്കുന്നവർക്കൊക്കെ വീട്ടിൽ കയറി താമസിക്കാനുള്ള യോഗം, വീടും വസ്തുവും വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് പഞ്ചായത്തിൽ നിന്നും സർക്കാരിൽ നിന്നൊക്കെ വീടും കെട്ടിടമൊക്കെ കിട്ടാൻ യോഗം. പിന്നെ സർക്കാരിൽ നിന്നും നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ, ഇൻഷുറൻസ് തുകകൾ, പെൻഷൻ, ഒരുപാട് കുരുക്കി കിടക്കുന്ന പല കാര്യങ്ങളും കുരുക്കഴിഞ്ഞ് നമുക്ക് അനുകൂലമായ വിജയ നേട്ടങ്ങൾ കിട്ടാനുള്ള യോഗം, മാർഗം വഴിവെട്ടിക്കാനുള്ള യോഗം, ആലയം വീട് വയ്ക്കാനുള്ള യോഗം, സർവകർമാണി എന്ന് വെച്ചാൽ എന്ത് കാര്യത്തിന് പോയാലും ആ കാര്യങ്ങൾ വിജയിച്ച് നേടാനുള്ള യോഗവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. അങ്ങനെ നല്ല പുരോഗതി, ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ കിട്ടാനുള്ള സാധ്യതകളും യോഗങ്ങളും ഉള്ള സമയങ്ങളതുകൊണ്ട് നമുക്ക് സീറോയിൽ നിന്ന് ക്ലിയറായിട്ട് രക്ഷപ്പെടാനുള്ള യോഗങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ. സന്താന സ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അപ്പൊ ശനി 5 നിൽക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും പിള്ളേർക്ക് ചില വാശിയും വിരോധവും കലവും ഒക്കെ ഉണ്ടാവും. ശനി 5 നിൽക്കുമ്പോൾ പഞ്ചമ സംസക പാപഹ പുത്രവിനാശം കരോതി ബലഹീനഹ സൗമ്യാഹ സുതം വിദഗ്ധി എന്നാണ്. അപ്പൊ സന്താനങ്ങളുടെ ഭാഗത്തെക്കുറിച്ച് നമ്മൾ പറയണ പിള്ളേർ കേൾക്കൂല, പിള്ളേർ പറയണ നമ്മൾ കേൾക്കൂല. പിള്ളേർ കലവിക്കുവാന മരിച്ചു കളയാനൊക്കെ യോഗമുള്ളത് കൊണ്ട് കൂടുതൽ വാശിയും വിരോധവും ഒന്നും മക്കളോട് കാണിക്കരുത്. പിള്ളേർ പറയണത് നമ്മൾ കേൾക്കണം. അവർ പറയണ കേട്ടാൽ നമ്മളെ കുടുംബവും ജീവിതവും ഒക്കെ തകർന്നു പോകുന്ന രീതിയിലായിരിക്കും ഇപ്പോഴത്തെ സ്ഥിതി. അവർക്ക് വിദേശത്ത് പഠിക്കാൻ പോകണം, വിദേശത്ത് ജോലി വേണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിലും അതിനൊക്കെ ലക്ഷങ്ങളൊക്കെ ചിലവുണ്ട്. അപ്പൊ പിള്ളേർക്ക് ഒരുപാട് പൈസ, നമ്മളെ വീടും വസ്തുവും, നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയ പണവും പെൻഷനും കാര്യങ്ങളും എല്ലാം ലോണും കൂടെ എടുത്ത് പിള്ളേരെ നമുക്ക് 30 ലക്ഷം 50 ലക്ഷം രൂപയൊക്കെ ചിലവ് വന്നാൽ അവർ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ വിദേശത്ത് പോയാലും അവർക്ക് പഠിക്കാൻ പറ്റുന്നവരുണ്ട്, കളായിട്ട് വരാൻ യോഗമുണ്ട്. അല്ലെങ്കിൽ പഠിച്ചിട്ടും ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. നാട്ടിലും വരാതെ വിദേശത്ത് നിൽക്കാനും പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഈ പിള്ളേരെ കൊണ്ടുള്ള മാനസിക പ്രയാസങ്ങൾ. നല്ലൊരു കല്യാണം വന്നാലും കല്യാണം വേണ്ട എന്ന് പറയുന്നവരുണ്ട്. മക്കളുണ്ടാകാൻ ചാൻസ് ഉള്ള സമയവും വിവാഹം, കുടുംബം, സാമ്പത്തികം ഒക്കെ കിട്ടുന്ന സമയമാണ്. പക്ഷെ ഇതൊക്കെ പിള്ളേർക്ക് വേണ്ട എന്ന് പറയുന്ന തരത്തിൽ നിൽക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് സ്വാഭാവികമായിട്ട് അവരോട് സ്നേഹം ഉണ്ടെങ്കിലും വിരോധം തോന്നി. അപ്പൊ അതുകൊണ്ട് സന്താനങ്ങളോട് വഴക്കിനൊന്നും പോലും പിള്ളേർ കലവിച്ചു പോയാൽ നല്ലത്, മരിച്ചു കളഞ്ഞാൽ ദോഷം. അപ്പൊ പിള്ളേർക്ക് പോലും ഇങ്ങനെയുള്ള പ്രശ്നം. അപ്പൊ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ വർഷവും ഫലവും ഒക്കെ കൊള്ളാമെങ്കിലും മക്കൾക്കൊരു പ്രശ്നം വന്നാൽ അത് നമ്മുടെ പ്രശ്നമാണോ? അപ്പൊ അതുകൊണ്ട് മൃത്യുഞ്ജയോമം, സന്താന ഗോപാല മൂർത്തി പൂജ, സരസ്വതി പൂജ നമുക്കല്ല പിള്ളേർക്ക്, നമ്മളും പഠിക്കണമെങ്കിൽ അത് ചെയ്താൽ കൊള്ളാം. അങ്ങനെ ശത്രുസംഹാര പൂജ, തടസ്സങ്ങൾ മാറാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ചെയ്ത് നല്ലതാക്കാൻ പറ്റും. ദോഷങ്ങളുള്ളതിന് പരിഹാരവും ചെയ്ത് പരിഹരിച്ചു പോകുമ്പോൾ നല്ലത്. പിന്നെ ജാതകം കൂടെ നമ്മൾ നോക്കണം. നല്ല സമയമാണ്. അപ്പൊ ജാതകത്തില് ചിലവർക്ക് വലിയ വലിയ ഫലങ്ങൾ കിട്ടണം, നേട്ടം കിട്ടും എന്നൊക്കെ ജ്യോത്സ്യന്മാരെല്ലാവരും പറയും. ഉള്ള കാര്യമാണ് പറയണത്. വേറെ സുഖിപ്പിക്കാൻ വേണ്ടിയാ, ദുഃഖിപ്പിക്കാൻ വേണ്ടിയാ, വിരോധിക്കാൻ വേണ്ടിയാ പറയണതല്ല, ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ ജാതകത്തില് ചിലവർ ജനിക്കുമ്പോഴേ ദോഷമുള്ള ജനനം, വേഴം മറഞ്ഞു നിൽക്കണ സർപ്പദോഷങ്ങള്, പിതൃദോഷങ്ങള്, ശാപദുരിതങ്ങള്, ദേവശാപങ്ങള്, ഇതൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. നമ്മളെ കുഴപ്പം കൊണ്ടല്ല. പൂർവികന്മാര് പൂജിച്ചിരുന്ന അമ്പലം, ദൈവങ്ങളെയൊക്കെ വിറ്റുമാറിപ്പോവുകയും നാട് വിട്ടും വീട് വിട്ടും ജാതി വിട്ടും മതം വിട്ടും ഒക്കെ പോണവര് ധാരാളമുണ്ട്. അങ്ങനെ വരുമ്പോൾ കുടുംബദേവന്മാരുടെ അനുഗ്രഹം ഇല്ലാത്ത ജന്മങ്ങളായിട്ട് നമ്മൾ മാറും. അപ്പൊ ജന്മനാലേ നമുക്ക് ഭാഗ്യമില്ലാത്തവർക്ക് നല്ല വിദ്യാഭ്യാസവും അറിവും കഴിവൊക്കെ ഉണ്ടെങ്കിലും വിവാഹം നടക്കാൻ തടസ്സം, മക്കളുണ്ടാകാൻ തടസ്സം, നടന്ന ബന്ധങ്ങൾ തെളിച്ചു പോകുന്നത്,
അതേപോലെ കുടുംബകലഹങ്ങൾ, കുടുംബ കോടതി, ഇങ്ങനെയുള്ള വിഷമതകൾ ഒഴിയാതെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും ജാതകത്തിൽ ഇപ്പൊ അനുകൂലമായ സമയം ഉള്ളത് കൊണ്ട് വിനകളും കൂനാക്കുരുക്കളും കുഴപ്പങ്ങളും മാറി നല്ലത് വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ദോഷം മാറാനും ഐശ്വര്യം കിട്ടാനും വേണ്ടി നമ്മൾ ഗണപതി പൂജ, ഭഗവതി പൂജ, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ വിനകളും ദോഷങ്ങളും ദുരിതങ്ങളും മാറി. ജാതകം പരിശോധിക്കണമെങ്കിൽ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ സെൻഡ് ചെയ്ത് തന്നെ നോക്കാം. ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലെ എല്ലാ കർത്തവാവ് അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജയുണ്ട്, 10 മണിക്ക് മുത്തുഞ്ചിയമ്പുണ്ട്, യമരാജ പൂജയുണ്ട്, പ്രതിക്കൾക്ക് ബലിയുണ്ട്, തിരുഹോമമുണ്ട്. 4 മണിക്ക് സർപ്പപൂജയുണ്ട്, 5 മണിക്ക് ഭദ്രകാളി പൂജയുണ്ട്, 6 മണി തൊട്ട് 7 മണി വരെ പാലും തൈരും വെണ്ണയും കളവും കുങ്കുമവും പാനനീരും കരിക്കും വിശിഷ്ട ദൈവങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളും, പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, ദീപ ആരതി മുതലായ വലിയ ക്ഷേത്ര ചടങ്ങുകൾ, കുരിശി മുതലായ പൂജകളൊക്കെ ഉണ്ട്. ഈ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുക. പറ്റുമെങ്കിൽ വന്നൊന്ന് ദർശന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ച വലിയ ദോഷങ്ങളും മാറി നല്ലത് വരും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.